ഗൈസ്, അങ്ങനെ മലപ്പുറം തൊടിയാപുരത്തെ 16 വയസ്സുകാരൻ 14 വയസ്സുകാരി അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടുള്ള കാട്ടിനുള്ളിലായിട്ട് വെച്ച് പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത നമ്മൾ ഞെട്ടലോടെ ഇപ്പൊ അറിയുമ്പോൾ ആ +1 പഠിക്കുന്ന പയ്യന 9ാം ക്ലാസ്സുകാരി വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയതിന്റെ കാരണം വ്യക്തമാക്കി. അവർ രണ്ടുപേരും 1 വർഷത്തിന് മേലായിട്ടുള്ള പ്രണയത്തിലായിരുന്നെന്നും അതിനുശേഷം അവർ പെൺകൊച്ചിന് ആ പയ്യനുമായിട്ടുള്ള റിലേഷനിൽ പൊരുത്തപ്പെട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇല്ലാണ്ടായപ്പോൾ ബ്രേക്കപ്പ് ഓപ്ഷനായിട്ട് മുന്നിൽ വെക്കുകയും പിന്നെ ആ ഒരു പെൺകൊച്ചിന് വേറെ ഏതോ പയ്യനായിട്ട് റിലേഷൻ ഉണ്ടായെന്ന ആ ഒരു +1 വിദ്യാർത്ഥിക്ക് മനസ്സിലായതിനെ തുടർന്നുമാണ് അവർ കൊലപാതകത്തിന് അവൻ മുതിർന്നതെന്നാണ് പോലീസിന് മൊഴി നൽകിയത്. പിന്നെ അവൻ ഇതിന് മുന്നേയും പോലീസുകാരുടെ പല മൊഴികളും കുത്തിയും താത്തിയും പൊക്കിയും പറഞ്ഞതിന് ശേഷമാണ് അവൻ കൊന്നതെന്ന് തന്നെ കൊലപാതക കുറ്റം സമ്മതിച്ചത്. അതുകൊണ്ട് ഇത് മുഴുവൻ സത്യമാണോ എന്നും ഒരു വ്യക്തത ഇല്ല. എന്നിട്ട് ഈ കൊലപാതകയെ ഈ ഒരു +1 വിദ്യാർത്ഥിയാണെങ്കിൽ ഈ കൊലപാതകത്തിന് 2 ദിവസം മുന്നേ ആ ഒരു പെൺകൊച്ചിന്റെ വീട്ടിലേക്ക് ചെന്ന് ഈ വീടിന്റെ പുറത്തായിട്ട് ആ കൊച്ചിന്റെ അമ്മയോടായിട്ട് ഈ വെല്ലുവിളിയുടെ സ്വരത്തിൽ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് ആ വീടിന്റെ പുറത്തായിട്ട് നല്ലൊരു പ്രശ്നം കാര്യങ്ങൾ ഉണ്ടാക്കുകയും പിന്നെ ആ ഒരു അമ്മ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് ഈ ചെറുക്ക മൈനർ ആയതുകൊണ്ട് ആ ഒരു പോലീസുകാരും അവനെ ഒന്ന് താക്കീത് ചെയ്ത് വിടുകയാണ് ചെയ്തത്. എന്നിട്ടാണ് 2 ദിവസത്തിന് ശേഷം ആ കൊച്ചാണ് ഇനി അവന് ബ്രേക്കപ്പ് ചെയ്ത് ഇട്ടിട്ട് പോകുമല്ലോ എന്നുള്ള മനോവിഷമത്തിലും ആ കലി പൂണ്ടൊക്കെ അവൻ ആ കൊച്ചിനെ കൺവിൻസ് ചെയ്തെടുത്തല്ലായിരിക്കണം സ്കൂളിലും പോകാതെ അവര് റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടുള്ള ആ ഒരു വിളയിലോട്ട് ആ കൊച്ചിനെ കൊണ്ടുപോവുകയും കൈ രണ്ടും കെട്ടിവെച്ച് അവര് ലൈംഗികമായ കൊച്ചിനെ പീഡിപ്പിക്കുകയും തുടർന്ന് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയായിരുന്നാലും ഇനി വരാനിരിക്കുന്ന തലമുറയായിരുന്നാലും അവർക്കൊക്കെ ഈ കാലത്തിന്റെ അതിവേഗതയിലുള്ള ഈ ഓട്ടത്തിനനുസരിച്ച് ഈ പലതിനെയും കുറിച്ചുള്ള അറിവുകൾ അവർക്ക് വിരൽ തുമ്പുകളിലായിട്ട് തന്നെ നേരത്തെ അറിഞ്ഞു വരികയാണ് അവരൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നല്ല, പലർക്കും ഈ പ്രേമം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ജെൻഡറുകാരോടുള്ള ഒരു ശാരീരികമായിട്ടുള്ള ഒരു പ്രണയമാണ് അവരോടൊക്കെ അവർക്ക് തോന്നുന്നത്. ഇനിയും ഇങ്ങനെയുള്ള ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറാതിരിക്കാൻ വേണ്ടി, അതും 18 പോലും തികയാത്ത ഈ പഠിക്കുന്ന പിള്ളേരിൽ നിന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മുൻകരുതലെന്നോളം സ്വീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിപ്പോ ഈ പ്രണയം എന്ന് പറയുന്നത് ഈ കാലത്തായാലും പഴയ കാലത്തായിരുന്നാലും അത് ഈ പ്രായഭേദമെന്നില്ലാതെ തോന്നുന്ന ഒരു വികാരം തന്നെയാണ്. പക്ഷെ അത് ഈ കാലത്ത് അത് ഇത്തിരി ലിമിറ്റ് അതിരി കടക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് ഈ നടക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെയൊക്കെ രക്ഷിതാക്കളായ നിങ്ങളും അതുപോലെ തന്നെ ഈ സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും മറ്റ് അധികൃതരായാലും ഈ ഒരു പ്രശ്നത്തിന്റെയെങ്കിലും വെളിച്ചത്തിൽ ഇനിയെങ്കിലും സ്വീകരിക്കേണ്ട ചിട്ടയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ സ്കൂളുകളിലായാലും ഈ മാതാപിതാക്കളായാലും മുൻകൈ എടുത്ത് നടപ്പിലാക്കണം. അപ്പോൾ ഏതൊരു ദിവസത്തിലായാലും ഇന്നൊരു വിദ്യാർത്ഥി ക്ലാസ്സിൽ ആബ്സെന്റ് ആണെങ്കിൽ ഇപ്പൊ 9:30 ക്ലാസ് തുടങ്ങുന്നതെങ്കിൽ 10 മണിക്കുള്ളിൽ തന്നെ ആ ടീച്ചർ ആണെങ്കിൽ ഇന്ന രക്ഷിതാവിന്റെ അടുത്ത് വിളിച്ച് അന്വേഷിക്കണം. കുട്ടി വീട്ടിലാണെന്നുള്ളത് തന്നെ ഇത്തിരി ഉറപ്പാക്കണം. ഇപ്പൊ ഇൻ കേസ് ഈ രക്ഷിതാവിനായാലും ഈ മനസ്സിലെ ഒരു സംശയത്തിന്റെ പുറത്തായാലും ഈ ഒരു മനസമാധാന കേടിന്റെ പുറത്തായാലും ഈ അധ്യാപകരോട് ക്ലാസ് അധ്യാപകരോട് വിളിച്ച് അന്വേഷിക്കണം. കുട്ടി ക്ലാസ്സിലുണ്ടല്ലോ എന്നൊരു ഉറപ്പ് വരുത്തണം. അതിലൊരു നാണക്കേടും നിങ്ങൾ വിചാരിക്കില്ലേ രക്ഷിതാക്കള്? നിങ്ങളുടെ മക്കളുടെ കാര്യമാണ്. അതുകൊണ്ട് മക്കളെ അറിയിക്കേണ്ട ടീച്ചറിനെ അല്ലാതെ ഒന്ന് വിളിച്ചതാണെന്ന് അവനൊന്ന് അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ അങ്ങനെ ഇത്തിരി വിളിച്ച് അന്വേഷിച്ചാലും മതി. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ പക്വത ഇല്ലായ്മയാണ്. എന്തൊരു പ്രശ്നം ഇപ്പൊ അഭിമുഖീകരിക്കേണ്ടി വന്നാലും അത് പ്രശ്നമാണ് എന്നത് നേരെ ഉൾക്കൊണ്ട് അവര് മനസ്സിലാക്കി എടുക്കാതെ അതിലേക്ക് എടുത്ത് ചാടുന്ന ഒരു അവസ്ഥയാണ്. അതിൽ നിന്നൊക്കെ ഒന്ന് ഒരു മാറ്റം കിട്ടുന്നതിനായിട്ട് ഈ സ്കൂളുകളിലായാലും ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സുകൾ അത് ഈ ഒരു പോലീസ് അധികൃതരെ സമീപിച്ച് നടത്തുന്നതിനായിട്ട് പറയുകയും അല്ലാണ്ട് ഈ അവിടെയുള്ള പ്രിൻസിപ്പൾ ആയാലും ഏതെങ്കിലും മുതിർന്ന അധ്യാപകരായാലും ഇത്തിരി അവർക്കൊന്ന് മനസ്സിലാക്കിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഈ കാലത്തിന്റെ ഒരു ചതികളെ കുറിച്ച് അവരെ ഒന്ന് നല്ല രീതിക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടത്തിയാൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ അവസാനമായിട്ടൊന്ന് പറയാനുള്ളത്, ഈ 16 വയസ്സ് മാത്രമുള്ള ഒരു ഇളം പൈതൽ ചെയ്ത കുറ്റം എത്ര അതിക്രൂരതയിലുള്ള കുറ്റമായിരുന്നാലും അവൻ ഒരു ചെറുപ്രായക്കാരനല്ലേ എന്നുള്ള ഒരു പരിഗണനയിൽ അവനൊരു ശിക്ഷ 2 വർഷത്തേക്കായാലും 3 വർഷത്തേക്കായാലും ചുരുക്കിയാൽ കൂടെ നമ്മുടെ ഇപ്പോഴത്തെ ഈ സർക്കാരിന്റെ തടവ് പുള്ളിക്കാരുടെ ഈ ഒരു ശമ്പള വർധനവ് അത് 10% കൂട്ടിയതിനാൽ തന്നെ അവനിനി ശിക്ഷ കഴിഞ്ഞ് പുറത്തായിട്ട് ഇറങ്ങിയാലും അവന് ചിലപ്പോൾ കയ്യിൽ ഇനി 2-3 ലക്ഷം സമ്പാദിച്ചുകൊണ്ടായിരിക്കും അവൻ ഈ ഇറങ്ങുന്നത്. അപ്പൊ അവനൊരു മോട്ടിവേഷൻ കൂടി ആയിരിക്കും വേണം ഈ കുറ്റം ചെയ്യുന്നതിനൊക്കെ തന്നെ. അവനെ പോലുള്ള ഏതൊരു കുറ്റവാളി ഇല്ല ഏതൊരു കുറ്റം ചെയ്ത ആളായാലും പുറത്തിറങ്ങുമ്പോൾ ഇവർക്കൊരു മോട്ടിവേഷനാണ് ഇവര് ഇങ്ങനെയുള്ള ഒരു പുതിയ ചട്ടത്തിലൂടെ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്.